വിഷ്ണു ഭഗവാന്റെ ആറാമത്തെ അവതാരവും ബ്രാഹ്മണനും ഉഗ്രനായ യോദ്ധാവുമായിരുന്ന പരശുരാമന്റെ അതിശക്തമായ പ്രവൃത്തിയുടെ ഫലമാണ് കേരളം എന്നാണ് ഐതിഹ്യം. ജമദഗ്നി മഹർഷിയുടെയും രേണുക ദേവിയുടെയും പുത്രനായി ജനിച്ച പരശുരാമന്റെ ജീവിതം ശാന്തമായിരുന്നില്ല. അഹങ്കാരിയും ദുർഭരണിയുമായിരുന്ന കാർത്തവീര്യാർജുനൻ എന്ന ക്ഷത്രിയ രാജാവ് അദ്ദേഹത്തിന്റെ പിതാവിനെ വധിച്ചതോടെയാണ് പരശുരാമന്റെ ജീവിതം വഴിതിരിഞ്ഞത്. പിതാവിന്റെ മരണത്തിൽ ദുഃഖിതനായ പരശുരാമൻ നീതിയും ധർമ്മവും മറന്ന ക്ഷത്രിയവംശത്തെ ഒന്നാകെ തുടച്ചു നീക്കാൻ പ്രതിജ്ഞയെടുത്തു. ശിവൻ നൽകിയ മഴു ആയുധമാക്കി അദ്ദേഹം 21 തവണ ലോകം ചുറ്റി സഞ്ചരിച്ച് ദുഷ്ടരായ രാജാക്കന്മാരെ നിഗ്രഹിച്ചു. തന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കിയെങ്കിലും ഈ മഹാസംഹാരത്തിന്റെ ഭാരം അദ്ദേഹത്തെ തളർത്തി. താൻ വരുത്തിയ രക്തച്ചൊരിച്ചിലിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും സമാധാനത്തോടെ തപസ്സനുഷ്ഠിക്കാനുള്ള ഒരിടം കണ്ടെത്തണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. തന്റെ പക്കലുണ്ടായിരുന്ന യുദ്ധം ചെയ്ത് നേടിയ മുഴുവൻ ഭൂമിയും അദ്ദേഹം പുണ്യവാന്മാരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഇതോടെ പരശുരാമൻ ഭൗതികമായ എല്ലാ ഉടമസ്ഥതകളിൽ നിന്നും മുക്തനായി. എന്നിരുന്നാലും തപസ്സിനായി തനിക്ക് ഒരു പുതിയ സ്ഥലം ആവശ്യമായിരുന്നു. തന്റെ പ്രായശ്ചിത്തത്തിനായി പുതിയൊരു പുണ്യസ്ഥലം തേടി പരശുരാമൻ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ടം അറബിക്കടലുമായി ചേരുന്നിടത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് അദ്ദേഹം വരുണദേവനെ പ്രാർത്ഥിച്ചു. തനിക്ക് തപസ്സിനായി ഒരിടം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വരുണൻ ഒരൊറ്റ വ്യവസ്ഥ മുന്നോട്ടുവെച്ചു. പരശുരാമൻ തന്റെ മഴു എറിയുന്നത്രയും ദൂരം കടൽ പിൻവാങ്ങി പുതിയൊരു ദേശം ഉണ്ടാകാം. വരുണന്റെ വാക്കുകൾ സ്വീകരിച്ച പരശുരാമൻ തന്റെ എല്ലാ തപോബലവും വീര്യവും ഏകോപിപ്പിച്ച് തന്റെ ദിവ്യായുധമായ മഴു കടലിന്റെ മധ്യത്തിലേക്ക് അതിശക്തിയായി എറിഞ്ഞു. മഴു ചെന്ന് പതിച്ച ഭാഗത്തുനിന്ന് അറബിക്കടൽ പെട്ടെന്ന് പിൻവാങ്ങി പുതിയൊരു ഭൂപ്രദേശം ദൃശ്യമായി. പർവ്വതങ്ങൾക്കും കടലിനും ഇടയിലുള്ള പച്ചപ്പും ഫലഭൂയിഷ്ഠതയുമുള്ള ആ പുതിയ ഭൂപ്രദേശം പരശുരാമക്ഷേത്രം എന്ന് അറിയപ്പെട്ടു. പിന്നീട് ആ ദേശം കേരളം എന്ന പേരിൽ പ്രസിദ്ധമായി. മഴു എറിഞ്ഞ് ഭൂമി വീണ്ടെടുത്ത ശേഷം പരശുരാമൻ ഈ പുതിയ ദേശത്തെ ഒരു ധർമ്മഭൂമിയായി സ്ഥാപിച്ചു.